എൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാ അമ്പലങ്ങളിലും ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു. ആദ്യം പോയത് ചമ്പക്കുളത്തുള്ള ഞങ്ങളുടെ കുറച്ച് കുടുംബക്ഷേത്രങ്ങളിലായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ ഞങ്ങളുടെ തകഴിക്കാരുടെ സ്വന്തം തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോട്ട് പോയി, ഞങ്ങളുടെ സ്വന്തം അയ്യപ്പൻ്റെ അമ്പലത്തിലോട്ട്. അവിടെ ചെന്ന് തീരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ചേട്ടനും കൂടെയായിരുന്നു ഈ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഭഗവാനുള്ള കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആദ്യം തന്നെ അയ്യപ്പനെ കാണുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം എണ്ണവല്ലിച്ചൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. ഭഗവാനെ തൊഴുതിറങ്ങിയപ്പോൾ കുളത്തിൽ കണ്ട മീനുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം അമ്പലപ്പുഴ കണ്ണൻ്റെ മണ്ണിലേക്ക്. ഇവിടെയും ഇന്ന് എന്തോ പൊതുവെ നല്ല രീതിയിൽ തിരക്ക് കുറവുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അകത്ത് കയറി ഭഗവാന്റെ മുമ്പിൽ നിന്ന് കുറേ നേരം ഭഗവാനോട് എന്തൊക്കെയോ മനസ്സിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാൻ പറ്റി. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം പോയൊരു ഫീലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടുന്ന് പാൽപ്പായസം വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഭഗവാനെ തൊഴുത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.